വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും അഭിനയിക്കാൻ തിരഞ്ഞെടുക്കുന്ന സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെല്ലാം ഏറെക്കുറെ സമാനമായ ഒരു ട്രീറ്റ്മെന്റ് കാണാൻ സാധിക്കും. ഭൂരിഭാഗം സിനിമകളും ഒരർത്ഥത്തിൽ ഒരു ബെന്നി പി നായരമ്പലം സ്ക്രിപ്റ്റ് ആകാൻ ശ്രമിക്കുന്നത് പോലെ തോന്നും. പുള്ളി ആ കാലത്ത് എഴുതിയിട്ടുള്ള തിരക്കഥകൾക്ക് സമാനമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇവർ രണ്ടുപേരും ചെയ്യാൻ തീരുമാനിക്കുന്ന പല സിനിമകൾക്കും ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. രജിത്തും ശ്രീജിത്തും സംവിധാനം ചെയ്ത് വിഷ്ണുവും ബിബിനും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന പുതിയ സിനിമയാണ് അപൂർവ പുത്രന്മാർ. ഒരു റിലീജിയസ് സറ്റയർ ആവുക എന്നൊരു ഉദ്ദേശമൊക്കെ ഈ സിനിമയ്ക്കുണ്ട്. രണ്ടാം പകുതിയിൽ പല സ്ഥലത്തും ഡയലോഗ് ഹ്യൂമർ നമ്മളെ അവിടെവിടെയായിട്ട് ചിരിപ്പിക്കുന്നുണ്ടെങ്കിലും ആകെ മൊത്തത്തിൽ വളരെ സേഫ് ആയിട്ടുള്ള സ്കിറ്റ് തമാശകൾ ചേർത്ത് വെച്ചുണ്ടാക്കിയ ഒരു ഫോർമുല പടമായിട്ട് മാത്രമേ അപൂർവ പുത്രന്മാരെ കുറിച്ച് തോന്നിയുള്ളൂ. സെബാനോസ് വളരെ തീവ്ര മതവിശ്വാസമുള്ള ആളാണ്. പക്ഷെ തൻ്റെ ഗ്രാമത്തിലെ വിശ്വാസികൾ ആരും നേരാംവണ്ണം പള്ളിയിൽ വരാത്തത് ആ പള്ളിയിലെ വികാരിയെ പോലെ സെബാനോസിനെയും വിഷമിപ്പിച്ചിരുന്നു. വരാത്തവരുടെ കൂട്ടത്തിൽ പുള്ളിയുടെ രണ്ട് ആൺമക്കളായ ജിൻഡോയും ജിജോയും ഉണ്ട്. അങ്ങനെ നാട്ടുകാരെ എങ്ങനെയെങ്കിലും പള്ളിയിൽ എത്തിക്കാൻ സെബാനോസ് പരിശ്രമങ്ങൾ നടത്തുന്നതിനിടെ അപ്രതീക്ഷിതമായിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. അതെല്ലാം ചില അത്ഭുതങ്ങളിലേക്ക് നയിക്കുന്നു. ഈ പറയുന്ന അത്ഭുത പ്രവർത്തികളുടെയൊക്കെ പിന്നാമ്പുറ കഥകളാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഇനി അങ്ങോട്ട് ചിലപ്പോൾ സ്പോയിലറായിട്ട് തോന്നാവുന്ന കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ആളുകളുടെ അന്ധവിശ്വാസത്തെ പരിഹസിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്. രണ്ടാം പകുതി നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും നാട്ടിൽ ആരെങ്കിലും ദിവ്യപ്രവൃത്തി കാണിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും എല്ലാം മറന്ന് അവിടെ പോയി വീഴുന്ന ആളുകളുടെ സ്വഭാവത്തെ പരിഹസിക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ള സീനുകളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആ രണ്ടാം പകുതി എത്തുന്നത് വരെ എങ്ങനെ കഥ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഇതുണ്ടാക്കിയവർക്ക് സംശയമുണ്ട്. തൊലിവെളുപ്പുള്ള പെണ്ണുങ്ങളുടെ പുറകെ പോയി ഊക്ക് വാങ്ങുന്ന നായകന്മാരെ കാണിച്ചു തരുന്നുണ്ട്. ഒരു ക്രിഞ്ച് സോങ് വരെയുണ്ട് പടത്തിൽ. പാട്ട് ക്രിഞ്ചാണെന്നല്ല, പാട്ടിന്റെ പേരാണത്. സ്ഥിരം ചായക്കട തമാശകളും പിന്നെ അച്ഛനും മക്കളും തമ്മിലുള്ള സെന്റിമെന്റ്സ് ഇതെല്ലാം നടക്കുന്നുണ്ട്. ഒന്നാം പകുതിയിൽ അവിടെ ഇവിടെയായി പറയുന്ന ചില കാര്യങ്ങൾ മാത്രമേ പടത്തിന് അതിന്റെ മെയിൻ ഏരിയയിലേക്ക് പോകുമ്പോൾ ആവശ്യമുള്ളതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നീളം കൂട്ടാൻ വേണ്ടി എഴുതി ചേർത്തിട്ടുള്ള സംഗതികളാണ്. രണ്ടാം പകുതിയിൽ ഈ ഒരു സട്ടയർ സ്വഭാവത്തിലേക്ക് സിനിമ മാറുന്ന സ്ഥലത്താണ് കുറച്ചെങ്കിലും പടം നമ്മളെ രസിപ്പിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ആലോചിക്കാൻ പോയാൽ ഈ രണ്ട് മക്കളുടെ മണ്ടൻ തീരുമാനങ്ങളുടെ ഫലമാണെന്ന് മനസ്സിലാവും. അപ്പന്റെ ആഗ്രഹം എന്ന ടൈപ്പ് സെന്റിമെന്റൽ സാധനത്തിനൊന്നും ആ ഒരു ഇമോഷണൽ ഫീൽ അവിടെ കിട്ടുന്നില്ല. മതവിശ്വാസികളുടെ അന്ധമായിട്ടുള്ള ആരാധന ഇതിൽ പരിഹസിക്കുന്നത് നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്. അത്തരം സീനുകൾ മാത്രം ഭാവിയിൽ നിങ്ങൾ റീലായിട്ടോ ക്ലിപ്പായിട്ടോ കണ്ടാൽ സിനിമ മൊത്തം ഇങ്ങനെയാകും എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പടത്തിൽ കാര്യമായ കോൺഫ്ലിക്റ്റുകളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് നിഷാന്ത് സാഗർ അവതരിപ്പിച്ച കഥാപാത്രം പ്രാധാന്യമുള്ളൊരു തലത്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ ആ കഥാപാത്രത്തെ തിരക്കഥ 4 ചവിട്ടിൽ ഒതുക്കിക്കളഞ്ഞു. പടത്തിന്റെ ബഡ്ജറ്റ് കൂടിപ്പോയപ്പോൾ പെട്ടെന്ന് ഒതുക്കി തീർത്തതുപോലെയായിരുന്നു ആ ഒരു ഭാഗം. സോഫ്റ്റ് ഫോക്കസ് ഉപയോഗിച്ച് പരമാവധി സീനുകളും ഭംഗി കൂട്ടാൻ സിനിമാറ്റോഗ്രാഫി ശ്രമിക്കുന്നുണ്ട്. കോൺവെർസേഷൻ സീനുകളിലുള്ള കട്ടുകളുടെ എണ്ണം നോക്കിയാൽ കട്ടിന്റെ എണ്ണം വെച്ചിട്ടാണോ പേയ്മെന്റ് എന്ന് തോന്നിപ്പോകും. വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും തങ്ങളുടെ സ്ഥിരം ശൈലിയിൽ തന്നെയാണ് ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ലാലു അലക്സ് ആണ് കൂൾ അപ്പനായിട്ട് വന്നിട്ടുള്ളത്. ഇത്തവണ വെറൈറ്റിക്ക് പെൺമക്കളല്ല, ആൺമക്കളാണ്. വളരെയധികം ഡ്രമാറ്റിക് ആയിട്ടുള്ള ഡയലോഗുകൾ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു പഴഞ്ചൻ ശൈലിയിൽ പുള്ളി പറയുന്നുണ്ട്. പള്ളിയിൽ അച്ഛൻ്റെ കഥാപാത്രം അവതരിപ്പിച്ചിട്ടുള്ളത് അശോകനാണ്. കഥയിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു കഥാപാത്രമാണത്. നായകന്മാരുടെ വലങ്കൈ ആയിട്ടുള്ള കോമിക് റിലീഫ് കഥാപാത്രം ചെയ്തിട്ടുള്ളത് സജിൻ ചെറുകായിലാണ്. ധർമ്മജൻ ബോൾഗാട്ടിയും സമാനമായൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. അമൈറ ഗോസ്വാമി, പായൽ രാധാകൃഷ്ണ എന്നിവരാണ് ഇതിലെ പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളെ ചെയ്തിട്ടുള്ളത്. കാണാനുള്ള ഭംഗിക്ക് മുകളിലേക്ക് സിനിമ ഒന്നും തന്നെ ഇവരിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നില്ല. ഇവരുടെ തൊലിവെളുപ്പ് കണ്ട് മാത്രം ഇവരുടെ പുറകെ നടന്ന നായകന്മാർ പണക്കൊഴുപ്പ് കണ്ട് മാത്രം ആണുങ്ങളുടെ പുറകെ വരരുത് എന്ന മാസ് ഉപദേശമൊക്കെ ഒരു ഘട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു യുണീക്ക് ഫീൽ ഈ സിനിമയ്ക്ക് കൊടുക്കുന്നത് ഇതിൻ്റെ സട്ടയർ സ്വഭാവം വരുന്ന ഭാഗങ്ങളാണ്. എന്നാൽ അതും വളരെ പെരിഫറലായിട്ട് സ്കിറ്റ് തമാശ ലെവലിൽ മാത്രമേ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളൂ. ഒന്നാം പകുതിയുടെ പകുതി ആയപ്പോഴേക്കും ഞാൻ കണ്ട തിയേറ്ററിൽ നിന്ന് പലരും ഇറങ്ങിപ്പോകുന്നുണ്ടായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, കഥ ഒട്ടും ആ ഏരിയയിൽ മുന്നോട്ട് നീങ്ങുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു രണ്ടാം പകുതിയിൽ ഈ ഒരു മതപരിഹാസം വരുന്ന ഭാഗങ്ങൾ വലിയൊരു ആശ്വാസം പോലെ തോന്നി. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്